ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷം വീണ്ടും കനക്കുകയാണ്. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ശരിക്കും വിറച്ചുപോയെന്ന് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. ഇറാൻ ഏകദേശം 400 മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടുന്ന സംയുക്ത ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിരവധി ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ വിക്ഷേപിച്ച 400-ലധികം മിസൈലുകളിൽ ചിലതൊക്കെ ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞെങ്കിലും ഭൂരിഭാഗം മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. ലോകം കൊട്ടിഘോഷിച്ച ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം പോലും പൂർണ്ണമായും ഫലപ്രദമായില്ല. ടെൽ-അവീവിനെ ദുരിതത്തിലാഴ്ത്തിയത് ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇന്ത്യയും പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നടപടികളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ? എങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവ പ്രതിരോധിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാകുന്നത്? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഏതൊരു യുദ്ധമുഖങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ഇവയുടെ പ്രധാന സവിശേഷത ശക്തമായ റോക്കറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കുമ്പോൾ അവിശ്വസനീയമാം വിധം ഉയർന്ന വേഗതയിൽ അന്തരീക്ഷത്തിന് മുകളിലേക്കോ ആവശ്യമെങ്കിൽ ബഹിരാകാശത്തേക്കോ കുതിച്ചുയരുമെന്നതാണ്. എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതോടെ ഇവ ഒരു പാരാബോളിക് പാതയിലൂടെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കും. പിന്നീട് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന മിസൈൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കും. ബാലിസ്റ്റിക് മിസൈലുകൾ അവയുടെ റേഞ്ച് അനുസരിച്ച് പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഫീൽഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 200 കിലോമീറ്റർ താഴെയാണ് ഇവയുടെ ദൂരപരിധി. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ഇവയ്ക്ക് 1000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും. പിന്നീടുള്ളത് മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. 1000 കിലോമീറ്ററിനും 3500 കിലോമീറ്ററിനും മധ്യയാണ് ഇവയുടെ ദൂരപരിധി. പിന്നെ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 3500 കിലോമീറ്ററിനും 5500 കിലോമീറ്ററിനും മധ്യേ സഞ്ചരിക്കുന്ന മിസൈലുകളാണിവ. ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. പവേർഡ് ഫേസ്. ഈ ആദ്യ ഘട്ടത്തിൽ റോക്കറ്റ് എഞ്ചിനുകളുടെ സഹായത്തോടെ മിസൈൽ ഭൗമോപരിതലത്തിൽ നിന്ന് അതിവേഗം ഉയർന്ന് അന്തരീക്ഷത്തിന് മുകളിലേക്ക് കുതിക്കുന്നു. മിസൈലിന്റെ ദൂരപരിധി അനുസരിച്ചായിരിക്കും ഈ കുതിപ്പിന്റെ ദൈർഘ്യം. പിന്നീട് പറഞ്ഞാൽ മിഡ് കോഴ്സ് ഫേസ്, ബാലിസ്റ്റിക് ഫേസ്. അഥവാ ഈ ഘട്ടത്തിൽ മിസൈലിനെ നയിച്ച എഞ്ചിനിലെ ഇന്ധനം പൂർണ്ണമായും കത്തിത്തീർന്നിരിക്കും. പിന്നീടുള്ളത് റീ എൻട്രി ആണ്. ബാലിസ്റ്റിക് കുതിപ്പ് ക്രമേണ കുറയുന്നതോടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായി മിസൈൽ അതിവേഗം താഴ്ന്നിറങ്ങുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുകയും ചെയ്യും. ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വേഗം മാക്ക് എന്ന അളവിലാണ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് മാക്ക് 5 എന്നാൽ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗം എന്നാണ് അർത്ഥം. സാധാരണ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മാക്ക് 1 വേഗമുണ്ടാകും. അതായത് ഏകദേശം മണിക്കൂറിൽ 1225 കിലോമീറ്റർ. എന്നാൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ മാക്ക് 5 മുകളിൽ വേഗമുള്ളവയാണ്. അതായത് ഏകദേശം മണിക്കൂറിൽ 6125 കിലോമീറ്റർ. ഇറാനും ഇസ്രായേലും തമ്മിൽ ഏകദേശം 1300 മുതൽ 1500 കിലോമീറ്റർ ദൂരമുണ്ട്. ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മാക്ക് 5 വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വെറും 12 മിനിറ്റിനുള്ളിൽ അവയിൽ ഇസ്രായേലിൽ എത്താൻ കഴിയും. യഥാർത്ഥ സമയം വിക്ഷേപിക്കുന്ന മിസൈലിന്റെ സ്വഭാവത്തിനും ലക്ഷ്യസ്ഥാനത്തിനും അനുസരിച്ച് അല്പം മാറ്റം വരാം. ഈ ചുരുങ്ങിയ സമയം തന്നെയാണ് പ്രതിരോധ സംവിധാനങ്ങളെ കുഴക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ എന്തുകൊണ്ടാണ് അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തേത് അതീവ വേഗത. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു മിസൈലിനെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ ആവശ്യമായ സമയത്തെ മറികടക്കുന്ന വേഗതയാണ് ബാലിസ്റ്റിക് മിസൈലുകൾക്കുള്ളത്. ബാലിസ്റ്റിക് മിസൈലുകൾ അന്തരീക്ഷത്തിന് വളരെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് പ്രതിരോധ സംവിധാനങ്ങളുടെ റഡാറുകൾക്ക് അവയെ കണ്ടെത്തുന്നതിൽ കൂടുതൽ ദുഷ്കരമാകുന്നു. മറ്റൊരു കാര്യം പ്രവചനാതീതമായ വീഴ്ചയാണ്. ബാലിസ്റ്റിക് മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വീഴ്ച അങ്ങേയറ്റവും വേഗത്തിലും പ്രവചനാതീതവുമായി സംഭവിക്കുന്നു. ഇത് അവയെ ട്രാക്ക് ചെയ്യാനും തടയാനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് പറയുമ്പോൾ ക്രൂയിസ് മിസൈലുകളെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ഇവ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അതായത് പ്രവർത്തനത്തിൽ ക്രൂയിസ് മിസൈലുകൾ ഒരു ചെറിയ ആളില്ല വിമാനം പോലെയാണ് പ്രവർത്തിക്കുക. ഇവയ്ക്ക് ചിറകുകളും ജെറ്റ് എഞ്ചിനുകളും ഉണ്ടാകും. ക്രൂയിസ് മിസൈലുകൾക്ക് ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗത കുറവാണ്. അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ എളുപ്പമാണ്. ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വെറും 12 മിനിറ്റിൽ ഇസ്രായേലിൽ എത്താൻ കഴിയുമെങ്കിൽ ക്രൂയിസ് മിസൈലുകൾക്ക് ഇസ്രായേലിൽ എത്താൻ 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും. സാധാരണ ഡ്രോണുകൾ ഈ ദൂരം സഞ്ചരിക്കാൻ 9 മണിക്കൂർ വരെയൊക്കെ എടുക്കും. ബാലിസ്റ്റിക് മിസൈലുകളുടെ അതിവേഗവും സങ്കീർണവുമായ സഞ്ചാരപാതവും ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ലോകത്തിലെ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സൈനിക രംഗത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഒരു യുദ്ധത്തിൽ ഇവയുടെ പങ്ക് വളരെ നിർണായകമാണ്.